നമസ്കാരം. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച വിഷയം നിയമസഭയിൽ ചർച്ചയാക്കി പ്രതിപക്ഷം. ധനവകുപ്പ് പരാജയമാണെന്നും നികുതി പിരിവ് നടക്കുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും കാര്യങ്ങൾക്ക് മുടക്കം വരുത്തുന്നില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടി നൽകി. SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് നൽകുന്നതിൽ പോലും സർക്കാർ വീഴ്ച വരുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. എന്നാൽ ഈ വാദം ശരിയല്ലെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. പിന്നീട് രേഖകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടിയും പറഞ്ഞു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്ര രൂക്ഷമാണ്? ഈ ചർച്ചയിൽ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ച മാത്യു കുഴൽനാടൻ MLA, മറുപടി നൽകി സംസാരിച്ച PP ചിത്തരഞ്ജൻ MLA, BJP നേതാവ് V മനുപ്രസാദ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ശ്രീ PP ചിത്തരഞ്ജൻ, ഒരു ഹൃദയമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. വികസനവും ക്ഷേമവും മുടങ്ങുന്നു. ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ നൽകേണ്ട ധനസഹായങ്ങൾ മുടങ്ങുന്നു. മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് വാങ്ങാൻ പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് മരുന്നുകളുടെ പർച്ചേസ് മുടങ്ങുന്നു. ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യേണ്ട കമ്പനിക്ക് ആ പണം നൽകാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ പർച്ചേസ്, അതിൻ്റെ വിതരണം മുടങ്ങുന്നു. ഇങ്ങനെ ക്ഷേമനിധി പെൻഷനുകൾ 18 മാസമായി മുടങ്ങിക്കിടക്കുന്നു. ഇങ്ങനെ അടിമുടി സാമ്പത്തിക പ്രതിസന്ധിയിലായി മുണ്ടന്തി നീങ്ങുന്ന സർക്കാരിനെയാണോ കേരളം ഇപ്പോൾ കാണുന്നത്? ഇന്ന് പ്രതിപക്ഷം അവതരിപ്പിച്ച ഈ അടിയന്തര പ്രമേയം തന്നെ യഥാർത്ഥത്തിൽ മറ്റൊരു രൂപത്തിൽ ഈ സഭ കഴിഞ്ഞ ആഴ്ച കൂടിയപ്പോൾ അവർ കൊണ്ടുവന്ന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു. അന്ന് എന്താണോ സംഭവിച്ചത്, അവസാനം പ്രതിപക്ഷ നേതാവിന് തന്നെ അത് ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുപറ്റി എന്ന് തിരുത്തേണ്ടി വന്ന ഒരു അനുഭവമാണ് അതിലുണ്ടായതെങ്കിൽ, ഇന്ന് അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിനും അവർ കുറേ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്തൊരു കഴമ്പുമില്ല എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരളത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടില്ല എന്നൊന്നും ഞങ്ങളെങ്ങും പറഞ്ഞിട്ടില്ല. കേരളത്തിന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് BJP ഇതര ഗവൺമെൻറ്റുകളോട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന പൊതു സമീപനത്തിൻ്റെ ഭാഗമായി നിരവധി സംസ്ഥാനങ്ങൾ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം അതിനെതിരായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഒന്നിച്ച് നീങ്ങുന്നതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. അതൊക്കെ പൊതുവിഷയങ്ങൾ നമുക്ക് എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത് ചർച്ച ചെയ്യാൻ നിശ്ചയമായും PP ചിത്തരഞ്ജൻ. പക്ഷെ കണക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കണക്കല്ലേ? ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനിക്ക് 158 കോടി കൊടുക്കാനുണ്ടോ? അത് കണക്കല്ലേ? കാരുണ്യ പദ്ധതി മുടങ്ങിയ കാര്യം പറഞ്ഞു. ആശുപത്രികൾ കൊടുക്കാനുള്ള പൈസ, സപ്ലൈകോയിലെ കരാറുകാർക്ക്, സപ്ലൈകോയിൽ ഈ പണം സാധാരണ ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക്, വിതരണക്കാർക്ക് 450 കൊടുക്കാനുണ്ടോ? മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ടോ പണം? ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ? GST വളർച്ചാ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ കണക്ക് എന്ന് പറയുമ്പോൾ കണക്ക് വസ്തുതയല്ലെന്നാണോ? ഇതൊന്നും ഇല്ലല്ലോ. ഇല്ല, ഞങ്ങൾ നിയമസഭയിൽ വളരെ കൃത്യമായി അതെല്ലാം എണ്ണി പറഞ്ഞല്ലോ, ഓരോന്നായി. ഇവിടെ ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ഗവൺമെൻറ്, ഒന്നാം പിണറായി ഗവൺമെൻറ് ആയാലും രണ്ടാം ഗവൺമെൻറ് ആയാലും ഈ കാലത്ത് കേരള സംസ്ഥാനത്ത് മനുഷ്യർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകളായാലും മറ്റ് ആനുകൂല്യങ്ങളായാലും മറ്റ് പദ്ധതികളായാലും ഏറ്റവും കൂടുതൽ നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെൻറ്റാണ്. അതിലേറ്റവും പ്രധാനമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ, ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് 9,011 കോടി രൂപയാണ് ആകെ പെൻഷൻ കൊടുത്തെങ്കിൽ ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് 42,841 കോടി രൂപയാണ് പെൻഷൻ കൊടുത്തിട്ടുള്ളത്. KSRTCക്ക് മാത്രമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് 1,466 കോടി രൂപയാണ് ചെലവഴിച്ചെങ്കിൽ 7,830 കോടി രൂപ ഈ ഗവൺമെൻറ് കാലത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ അതിൻ്റെ എല്ലാ കണക്കുകളും ഇങ്ങോട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, അത് രണ്ടാം റൗണ്ടിൽ വരുമ്പോൾ ഞാൻ പറയാം. ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് വലിയ തോതിൽ നമുക്ക് ലഭ്യമാകേണ്ട തുക വെട്ടിച്ചുരുക്കിയിട്ടും കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിലായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ഞാനിത് സഭയിൽ നടത്തിയ എൻ്റെ അഭിപ്രായ പ്രകടനത്തിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. കർണാടകത്തെ റവന്യൂ മന്ത്രിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് കൃഷ്ണബൈര ഗൗഡ ആലപ്പുഴയിൽ, എൻ്റെ ജില്ലയിൽ, എൻ്റെ പ്രദേശത്ത് വന്ന് നടത്തിയിട്ടുള്ള ഒരു പരിപാടി, അത് സംഘടിപ്പിച്ച ഞങ്ങളുടെ ബഹുമാനപ്പെട്ട MP സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിനകത്ത് വന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? എഡ്യൂക്കേഷൻ കേരള ഈസ് നമ്പർ 1, ഹെൽത്ത് കെയർ കേരള ഈസ് നമ്പർ 1, പരമ്പരാഗതമായി തന്നെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം തകർന്നു കിടക്കുന്ന. ഞാൻ അഭിലാഷെ ചോദിക്കട്ടെ, അഭിലാഷെ,
ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഈ സംസ്ഥാനം എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മേഖലകളിലെല്ലാം കേരളം ആർജിക്കുവാൻ കഴിഞ്ഞ പുരോഗതി എന്ന് പറഞ്ഞാൽ പണമില്ലാതെ പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമോ? ഇതിനെല്ലാം പണം ചെലവഴിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വളർച്ചയും നേട്ടങ്ങളും കരസ്ഥമാക്കാൻ കഴിയുന്നത് എന്നത് പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ പരമ്പരാഗതമായി ഇതിങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് എന്നൊന്നും പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയുമോ? ഇനി ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളെടുക്കൂ. ഈ ആരോഗ്യ മേഖലയിൽ നേരത്തെ കാത്ത് ലാബ് ആകെ 3 സ്ഥലത്താണെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് വിശദമായി വരാം. ആശുപത്രികളിലും കാത്ത് ലാബ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയില്ല. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായി വരാം അടുത്ത റൗണ്ടിൽ. ഇവിടെ ഇപ്പൊ ഒറ്റ കാര്യം താങ്കൾ പറഞ്ഞല്ലോ, എവിടെയാണ് ഞാൻ ചോദിക്കട്ടെ, സിവിൽ സപ്ലൈസ് ഓണക്കാലത്ത് എങ്ങനെയാണ് ഇത്രയധികം ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന നിലയിലേക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞത്? സപ്ലൈകോയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതാണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പ്രസംഗിച്ച എന്റെ വീഡിയോ പിന്നെ പുറത്തു വന്നില്ലേ, ക്ലിപ്പ് വന്നില്ലേ? ശരി. അപ്പോൾ എങ്ങനെയാണ് സപ്ലൈകോയ്ക്ക് കാശ് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ സിവിൽ കാശ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഓണക്കാലം ഇത്ര സമൃദ്ധമായി ഈ നാട്ടിൽ ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ശരി. അല്ല, ഞാൻ പണം കൊടുക്കാഞ്ഞിട്ടാണോ? ഒറ്റ കാര്യം ഗവൺമെന്റ് പണം കൊടുക്കാത്തത്? ഞാൻ എന്റെ കണക്കെല്ലാം പറയാം. അല്ല, കണക്ക് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാം. ഒറ്റ കാര്യം ഇതിനിടയ്ക്ക് ചോദിച്ചോട്ടെ. ഇപ്പൊ കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞു മന്ത്രി. ഇന്നിപ്പോ അദ്ദേഹത്തെ സാധൂകരിക്കാൻ ഇന്ന് ഉദ്ധരിച്ച CAG റിപ്പോർട്ട് ഉണ്ടല്ലോ, അതിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ രണ്ടാമത്തെ സംസ്ഥാനം ഇന്ത്യൻ മഹാരാജ്യത്ത് കേരളമാണ്. മൊത്തം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 15% കിട്ടിയ സംസ്ഥാനം കേരളമാണ്. ആദ്യത്തെ വർഷങ്ങളിൽ കിട്ടി, ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കിട്ടിയ ഈ പറഞ്ഞ മൊത്തം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തതിന്റെ 15% കിട്ടിയ കേരളം ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അത് ആദ്യത്തെ വർഷമല്ലേ? ആദ്യത്തെ വർഷമല്ലേ? നമുക്ക് അല്ല, ഞാൻ വരട്ടെ, നമുക്ക് വരട്ടെ. ആദ്യത്തെ വർഷം നമുക്ക് 33,000 കോടി കിട്ടി. ആ സ്ഥലത്ത് ഇത്തവണ കിട്ടിയത് 6,000 കോടിയാണ്. സമ്മതിച്ചു. അപ്പൊ 27,000 കോടി രൂപ കുറഞ്ഞില്ലേ? അത് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കത്തില്ലേ? നമ്മുടെ സംസ്ഥാനത്തിൽ നമ്മൾ പിരിക്കുന്ന നികുതി ഇനത്തിൽ നമുക്ക് ഇരട്ടിയോളം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ആദ്യത്തെ വർഷത്തിൽ 47,606 കോടിയായിരുന്നെങ്കിൽ നമുക്കത് 76,082 കോടി 682 കോടിയായി ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞു നമ്മുടെ തനത് വരുമാനം. ശരി ശരി, വരുമാന വർധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ശരി, ആ വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ മാത്യു കുഴൽനാടൻ, ധനമന്ത്രി ചോദിച്ച ചോദ്യം, ഓണം അത് വളരെ സുഭിക്ഷമായും കഴിഞ്ഞു, ട്രഷറി പൂട്ടിയിടേണ്ടി വന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുത്തു, സപ്ലൈകോ വഴി സാധനങ്ങൾ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞു, വകുപ്പുകളുടെ കാര്യത്തിലും പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യം ഉണ്ടായിട്ടും കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി മാനേജ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം 2001-ലും 2003-ലും ഒക്കെ ട്രഷറി പൂട്ടിയതിൻ്റെ പഴയ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം വായിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ അടിയന്തര പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിൻ്റെ ധന ആരോഗ്യം അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയാൻ എന്താണ് കാരണം? അഭിലാഷ്, ഇതിൻ്റെ അകത്ത് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു നിലപാട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇപ്പം എല്ലാം ഭദ്രമാണ്. ഇപ്പം ഇദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടില്ലേ, എല്ലാം ഭദ്രമാണ്, എല്ലാം സുഭിക്ഷമാണ്, എല്ലാം സുരക്ഷിതമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വശത്തുകൂടി സാധാരണക്കാരെ, പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സാമ്പത്തികമായിട്ട് സർക്കാർ വലിയ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല എന്ന് പറയണം. ഇല്ല എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇല്ല എങ്കിൽ എന്തിന് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിങ്ങൾ കൊടുക്കാതിരിക്കുന്നു? കെട്ടിട തൊഴിലാളികൾക്ക് 2,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഞങ്ങൾ ഇപ്പോൾ അഭിലാഷ് തന്നെ ചോദിച്ചു, ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രികളിൽ മരുന്ന് അവൈലബിൾ അല്ല. മരുന്ന് അവൈലബിൾ അല്ലാത്തതിന് കാരണം എന്താണ്? മരുന്ന് അവൈലബിൾ അല്ലാത്തതിന് കാരണം മരുന്ന് കമ്പനികൾക്ക് ഇവർ പൈസ കൊടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ്. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതുകൂടാതെ അടുത്തത്, സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഹൃദയം ആയിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? ഇനിയെല്ലാം മാറ്റിവെക്കാം. അഭിലാഷ് ബുദ്ധിമുട്ടിൽ എൻ്റെ സമയമായ അദ്ദേഹത്തിന് കൊടുത്താലും തെറ്റില്ല. ഒരു കാര്യം ചോദിക്കാവോ, ഇതുവരെ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ, അച്യുതാനന്ദൻ സർക്കാരാണെങ്കിലും നയനാർ സർക്കാരാണെങ്കിലും കരുണാകരൻ സർക്കാർ ഒക്കെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിൽ ഈ പ്രയാസം എല്ലാം വന്നു എന്ന് പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും SC ST വിഭാഗങ്ങളുടെ മേത്ത് കൈവച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാവുന്ന പോലെ
ഈ ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ A+ വാങ്ങുന്ന SC കുട്ടികൾക്ക് അരപ്പവൻ സ്വർണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് അത് എല്ലാ കാലാകാലങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന. ഇപ്പോൾ 20,000 കുട്ടികൾക്ക് ഈ സർക്കാർ എല്ലാം സുഭിക്ഷമാണ്, എല്ലാം ഭദ്രമാണെങ്കിൽ ഇവരെന്തുകൊണ്ട് ഈ 10,000 പവൻ സ്വർണം SC ST വിഭാഗങ്ങളുടെ അവകാശത്തിലും അധികാരത്തിലും എലിജിബിലിറ്റിയിലും എൻടൈറ്റിൽമെൻറ്റുമുള്ള ആ സ്വർണം പിടിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഇല്ലയോ? ആ ചോദ്യത്തിന് ധനമന്ത്രി മറുപടി പറയുന്നില്ല. അത് മാത്രമല്ല, SC കുട്ടികളുടെ യുവജനോത്സവത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക്, പ്രതിഭ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് 10,000 രൂപ മുടങ്ങാതെ നൽകിയിരുന്നു. ആ പൈസ ഇവർ കൊടുത്തിട്ടുണ്ടോ? 2019 മുതൽ ഇവർ അപേക്ഷ പോലും വാങ്ങിയിട്ടില്ല, അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ലെന്ന്. അപ്പം ഇത് പൈസ ഉണ്ട്, എല്ലാം ഭദ്രമാണ്, എല്ലാം സുരക്ഷിതമാണ്, ഓണം സമൃദ്ധിയെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കൊടുക്കാത്തത്? ഇനി അതുപോലെ ഈ കാർഷിക മേഖലയിൽ ഇതുവരെ നെല്ലിൻ്റെ സംഭരണത്തിന്റെ പൈസ കൊടുത്തിട്ടില്ല. അല്ല, റബ്ബറിന്റെ നെല്ലിന്റെ സംഭരണ വില സംബന്ധിച്ച് ബന്ധപ്പെട്ട മന്ത്രി തന്നെ GR അനിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് താങ്കളുടെ പരാമർശത്തിന് മറുപടി നൽകി. കഴിഞ്ഞ ദിവസം വരെ ഈ നെൽ സംഭരണ ഇനത്തിൽ കൊടുത്ത പണം എത്ര എന്ന് വിശദീകരിച്ചു, കുടിശ്ശികയില്ല എന്ന് വിശദീകരിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, ഈ SC ST വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാന്റിന്റെ കാര്യത്തിൽ പറഞ്ഞില്ല, കുടിശ്ശിക ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഭിലാഷ് അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം വരെ ഉള്ളത് കൊടുത്തു. അത്രയും പറഞ്ഞതിന്റെ ഇടയിൽ 1000 എത്രയോ കോടി കൊടുത്തു. ഇനി വളരെ ചെറിയ തുകയാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസവും കൊടുത്തു എന്നാണ് പറഞ്ഞത്. അല്ല, ഈ SC ST ഗ്രാന്റിന്റെ കാര്യത്തിൽ 2000 കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ 4.5 വർഷം കൊണ്ട് 5000-ഓളം കോടി രൂപ ചെലവഴിച്ചതായി മന്ത്രി പറയുന്നുണ്ട്. ധനമന്ത്രി തന്നെ അക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ല, ഓക്കെ ചെലവഴിച്ചെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളുടെ ഗ്രാന്റ്സ് കൊടുക്കാത്തത്? നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചത്? ആർക്കാണ് ഈ പൈസ കൊടുത്തത്? എന്തുകൊണ്ടാണ് കുട്ടികളുടെ കാരണം അവരാണല്ലോ ഏറ്റവും പ്രയാസപ്പെടുന്നത്. അഭിലാഷ്, PhD സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല. ഒരു കുട്ടി കോടതിയിൽ പോയി. കോടതി പറഞ്ഞത് ഇനി രജിസ്ട്രാറും VCയും ശമ്പളം എടുക്കുന്നതോ വാങ്ങുന്നതോ ഈ കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു. ടീച്ചേഴ്സിൻ്റെ അവസ്ഥ, നിങ്ങൾ ആരെങ്കിലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചറെ ഒന്ന് വിളിക്കണം, ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. 1 വർഷമായിട്ട് പൈസ കൊടുത്തിട്ടില്ല അഭിലാഷേ. ഒരു പൈസയും കൊടുക്കാതെ അവർ വർക്ക് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവും. ഞങ്ങളിത് ചുമ്മാ പറഞ്ഞാണ്, അല്ലെങ്കിൽ അത് നിയമസഭയിൽ നിഷേധിക്കണ്ടേ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഗസ്റ്റ് ലെക്ചേഴ്സിൻ്റെ പണം മുടങ്ങുന്നു, നിയമനങ്ങൾ നടക്കുന്നില്ല. ഇതൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ കടം 2016 നിന്ന് 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഇപ്പോൾ ഇവർ കോട്ട് ചെയ്ത C&AGയുടെ സ്റ്റേറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച റിപ്പോർട്ടിൽ 4.11 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അഭിലാഷിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. 4.11 കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് മേജർ വർക്ക്സിൻ്റെ കാര്യത്തിൽ, അതായത് മേജർ ഡെവലപ്മെൻറ്റ് നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളം 28ാം സ്ഥാനം, ലാസ്റ്റ് പൊസിഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവർ തന്നെ കോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണുള്ളത്. അതെൻ്റെ കയ്യിലുണ്ട്. ലാസ്റ്റ് പൊസിഷൻ 4.12 മേജർ ഡെവലപ്മെൻറ്റ് വർക്ക്സ് വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ കടം മുഴുവൻ എടുത്ത പൈസ ഇവർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അതുപോലെ തന്നെ അത് പരിശോധിച്ചാൽ അറിയാം. കടമെടുത്ത് ദൈനംദിന ചെലവിന് വേണ്ടി പൈസ ചെലവഴിക്കുന്ന ഒരു സർക്കാരാണ് കേരള സർക്കാർ എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ താമ്രപത്രം കിട്ടി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഇതൊക്കെ വിട്. ഇപ്പോൾ ഇവർ പറയുന്നവർക്ക് വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണല്ലോ പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചുള്ള ഈ ഫിസ്ക്കൽ സിറ്റുവേഷൻ പഠിച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ സ്ഥിതി അങ്ങേയറ്റം വണറബിൾ ആയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഫിസ്ക്കൽ സ്റ്റഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഒരു ഭാഗം മാത്രം ഒന്ന് വായിക്കാം. സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ്, Kerala and West Bengal, our aspirational state has consistently faced fiscal challenges over past 9 years. These states face high debt, large interest payments, weak revenue generation and inefficiencies in capital expenditure with the reliance on non-tax revenue impacting their fiscal health and rankings. ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിലുള്ള താമ്രപത്രമാണ് ഞാനിപ്പോൾ വായിച്ചത്. നമ്മളിത് വെറുതെ എന്തെങ്കിലും അന്തമായിട്ട് വന്ന് പറയുന്നതല്ല. ഇവർ പറയുന്ന പോലെ എല്ലാം സുഭിക്ഷമാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ നിലയിലുള്ള കണക്കുകൾ വരുന്നത്? ഇനി ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ള പൈസയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിനെ വിട്,
ഈ ബാലഗോപാൽ ധനമന്ത്രിയായിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ റിലീസ് ചെയ്ത GST ഫാക്ട് ഷീറ്റ് ഉണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ ആ ഭാഗത്തിൻ്റെ ചോദ്യം ചോദിച്ചാൽ മതി. ഞങ്ങൾ പറയുമ്പോഴാണല്ലോ ഇതെല്ലാം തെറ്റാണ് പറയുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് 2023-24 GST ഗ്രോത്ത് 6.59, 2024-25 4.07, there is a dip of 2.52%. ഞാൻ പറയുന്നതല്ല, ബാലഗോപാലിൻ്റെ GST ധനമന്ത്രി തന്നെ പുറത്തിറക്കിയ മന്ത്രാലയം അദ്ദേഹം നിഷേധിച്ചില്ല. മറുപടി മുഴുവൻ അഭിലാഷ് കേട്ടെങ്കിൽ അറിയാം. 2.52%-ന്റെ GST കളക്ഷനിലോ ഗ്രോത്തിലോ ഡിപ്പുണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ചോദ്യമാണ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ ചോദിച്ചത്. ഇത് ഇൻഎഫിഷ്യൻസി അല്ലേ? ഇത് മിസ്മാനേജ്മെന്റ് അല്ലേ? ഇത് നികുതി ചോരുന്നതല്ലേ? ഞാൻ ഇനി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു ചോദ്യം ചോദിച്ചു, അതിനൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. അഭിലാഷ് കോമൺ ലോജിക്കൽ ആലോചിച്ചാൽ മതി. 2020 സ്വർണത്തിൻ്റെ വില ഇന്ന് 4 ഇരട്ടിയായി വർദ്ധിച്ചു. സ്വർണത്തിൻ്റെ കയ്യിൽ നിന്നും പിരിക്കുന്ന പൈസ ഇന്നും നികുതി അതേപടി നിൽക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അതിൻ്റെ അർത്ഥം ഒറ്റ ഉത്തരവേ ഉള്ളൂ, നികുതി പിരിവിൽ പരാജയപ്പെടുന്നു. 177 ബാറുകൾ അഡീഷണലായി അനുവദിച്ചു. ലിക്വറിൻ്റെ വില നികുതിയും ഇവർ കൂട്ടി. ലിക്വറിൻ്റെ പിരിവിൽ നികുതി വർദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നികുതി ചോർച്ചയാണ്. നികുതി കിട്ടുന്നില്ല. അതല്ല എല്ലാവരും മദ്യപാനം അവസാനിപ്പിച്ചു എന്നാണോ? എല്ലാവരും സ്വർണം വാങ്ങുന്ന അവസാനിപ്പിച്ചു എന്നാണോ? അല്ല, ദിസ് ഈസ് വാട്ട് ഈസ് ഇൻഎഫിഷ്യൻസി. ഇവിടെയാണ് നിങ്ങളുടെ ഫെയിലിയർ. ഇതാണ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ശരി, ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യണം. അതിനു മുമ്പ് ഇപ്പോൾ ശ്രീ പി ചിത്തരഞ്ജൻ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2000 കോടി ചെലവഴിച്ചു, ഞങ്ങൾ 5000 കോടി ചെലവഴിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാൻഡുകൾ മുടങ്ങിയതിനൊരു മറുപടി ആവുന്നില്ലല്ലോ. നിങ്ങൾ എത്ര തുക ചെലവഴിച്ചു എന്നുള്ളതല്ല, ഇപ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. മന്ത്രി OR കേളു തന്നെ നിയമസഭയിൽ പറഞ്ഞ രേഖ ഇന്ന് പ്രതിപക്ഷം ഉയർത്തി കാണിച്ചു. ഇപ്പോൾ പദ്ധതി, ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്ത് പ്ലാൻ മുഴുവനാക്കാൻ കഴിയില്ല, ചിലപ്പോൾ കട്ട് വേണ്ടി വരും. പക്ഷേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട മേഖലകളിൽ എങ്ങനെയാണ് ഈ കട്ട് വരുന്നത്? ഇവിടെ പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണത്തിൽ നിന്നും പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ടിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയല്ലേ? ഈ പോസ്റ്റ് മെട്രിക് ഈ പണം ഗ്രാൻഡ് മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയല്ലേ? ഇത് വസ്തുതയല്ല, ഇങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? അങ്ങനെ ഒരു വാദം ഉണ്ടോ? അല്ല, SC/ST പിന്നോക്ക ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഇനത്തിൽ ഈ ഗവൺമെൻറ് 5126 കോടി രൂപ കൊടുത്തു. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2069 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 5 വർഷം ആകെ ചെലവഴിച്ചത്. അതിൻ്റെ 2.5 ഇരട്ടിയോളം തുക ഈ ഗവൺമെൻറ് കാലത്ത് കൊടുത്തു. ഇനിയും ഇതിനകത്ത് കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ വേണ്ടി തന്നെയാണ് ഗവൺമെൻറ് നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാറ്റക്കുഴലാണ് പറയുന്നത് ഏണ്ട സ്വർണം കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ്. അങ്ങനെ സ്വർണം വാങ്ങിയിട്ടൊന്നും നമ്മുടെ ഖജനാവി വെക്കുന്നതല്ല, അത് അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ എത്ര അർത്ഥശൂന്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ആ സ്വർണം എവിടെ ഇരിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ കൊടുത്തതിൻ്റെ ഇരട്ടിയേക്കാൾ കൂടുതൽ തുക ഇതിനകം കൊടുത്തു കഴിഞ്ഞെങ്കിലും ഇനിയും തുക കൊടുത്തു തീർക്കാനുണ്ട്. ആ തുക കൊടുത്തു തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞു നെല്ലിൻ്റെ വില, നെല്ലിൻ്റെ ഇനി ആകെ 50 കോടി രൂപയായിരുന്നു. ആ 50 കോടി രൂപയ്ക്കുള്ളത് ഇന്ന് തന്നെ അതിനുള്ള ആ പണവും കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നതിനകത്ത് പിന്നെ കടത്തിനെ കുറിച്ച് പറയുന്നു. അഭിലാഷേ, VS-ന്റെ ഗവൺമെൻറ് അധികാരം വിട്ടുകഴിയുമ്പോൾ കേരളത്തിൽ 80,000 കോടി രൂപയായിരുന്നു പൊതുക്കടം. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വിട്ടുകഴിയുമ്പോൾ അത് 1,60,000 കോടിയായി. ഞാൻ ഇതിനെ ഇതെടുത്ത് കാണിച്ചെന്നറിയാവോ? കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ നിലയിലേക്കുള്ള വർധനമാണ്. 80 ഉണ്ടായിരുന്നു 160,000. രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നപ്പോൾ അത് 2,90,000 ഇന്നിപ്പോൾ മൂന്നാം ഗവൺമെൻറ് കാലത്ത് 4.7 കോടി എന്നുള്ളത് 7 ലക്ഷം എന്നുള്ള നിലയിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. 4,70,000 കോടി എന്നുള്ള നില നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, CAG 2022-23 പുറപ്പെടുവിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം GSTPയുടെ 25% താഴെ കടം നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഏതാണ്ട് 15 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഈ കേരളവും ആ നിലയിലേക്ക് ഉയർന്നു വരുവാൻ കഴിഞ്ഞു. കടമെടുക്കുന്ന തുക നമ്മളെങ്ങനെയാണ് ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ 90% ഈ കേരളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വഴങ്ങുന്നു, അതല്ലേ ചർച്ച? ശരി, ചോദിച്ചോളൂ ശ്രീ മാത്യു. അല്ല, ആ C&AG റിപ്പോർട്ടിലെ ഏത് എൻ്റെ ഉണ്ട് ആ റിപ്പോർട്ട്, അങ്ങ് ഏത് ഭാഗത്താണ് വായിക്കുന്നതെന്നൊന്ന് പറഞ്ഞ ഒരു ഉപകാരമായിരുന്നു.
അതിന്റെ പാരഗ്രാഫ് നിയമസഭയിൽ ഇന്ന് വെച്ച രേഖയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ CAG റിപ്പോർട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. മാത്യു വായിക്കാൻ പോയി വാദിച്ചോട്ടുള്ള ഒരു കേസ് ജയിക്കാറില്ലല്ലോ ഗവൺമെന്റിനെതിരായി. ഏതെങ്കിലും ജയിച്ചത് പറയാമോ? മാത്യു വന്നിട്ടുണ്ട്. ഒരു കേസ് സർക്കാരിനെതിരെ പോയി ഞാൻ വാദിച്ച് ജയിച്ചത് പറയാം. അതുകൊണ്ട് നിങ്ങളുടെ ഇരിക്കുന്ന രേഖയിൽ ഒരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രേഖയിൽ ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കേരളത്തിലെ നിയമസഭയിൽ നോട്ടീസ് കൊടുക്കൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് CAGയുടെ പ്രസംഗമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിൽ ഈ രേഖയൊക്കെ ആയിട്ടാണല്ലോ നിങ്ങൾ വരുന്നത്. വന്നിട്ട് നിങ്ങൾ ഒരു കേസ് ജയിക്കുന്നില്ലല്ലോ ഈ രേഖയൊക്കെ ആയിട്ട് കോടതിയിൽ പോയിട്ട്. അപ്പൊ നിങ്ങളുടെ രേഖ എന്ന് പറഞ്ഞാൽ വ്യാജരേഖയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ രേഖ കയ്യിലിരിക്കട്ടെ. സിയാൻഡേജിയുടെ റിപ്പോർട്ട് വ്യാജരേഖയാവുന്നത് എങ്ങനെയാണ്? അത് കിട്ടുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് പത്രങ്ങളിലൊക്കെ വാർത്ത. അതല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് GSTPയെ സംബന്ധിച്ചിടത്തോളം 25% താഴെ നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് ഈ കേരളം. അദ്ദേഹം പറഞ്ഞ പോലെ കേരളം 1-ാം സ്ഥാനം, ഏറ്റവും 28ാമത്തെ സ്ഥാനത്തൊന്നും നിൽക്കുകയല്ല. കേരളത്തിന് അഭിമാനകരമായ നിലയിൽ തന്നെയുള്ള വളർച്ചയാണ് ഇന്നിപ്പോൾ കരസ്ഥമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹം പറഞ്ഞല്ലോ സ്വർണത്തിന്റെ കാര്യത്തിനകത്ത് ടാക്സ് പിന്നെ ഇത് കിട്ടുന്നില്ല. വളരെ ശക്തമായ നിലയിലല്ലേ നമ്മുടെ സംസ്ഥാനത്ത് നികുതി പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല അപ്പൊ അങ്ങനെ ആ വിഷയത്തിനപ്പോ ഒരു യുക്തിസഹമായ മറുപടി, അതായത് ഈ സ്വർണത്തിന് ഇപ്പോ 80,000 രൂപയായല്ലോ. സ്വർണത്തിന് ഇതിന്റെ പകുതി വില ഉള്ളപ്പോഴും 630 കോടിയാണ്, ഇപ്പോഴും 630 കോടിയാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ പരിസരത്താണ് 500-600 കോടിയുടെ പരിസരത്താണ് 20,000 23,000 ഉണ്ടായിരുന്നപ്പോ അത്രയും എന്തുകൊണ്ടാണ് ഇത്ര 80,000 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള നികുതി വരുമാനം ഉയരുക എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ലേ? അതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളത് ആശ്ചര്യജനകമാണ്. അല്ല നികുതി വരുമാനത്തിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വില 4 ഇരട്ടിയായി ഉയർന്നപ്പോൾ അല്ലെ 2 ഇരട്ടിയായിട്ട് ഉയർന്നപ്പോൾ പണ്ടുണ്ടായിരുന്ന അത്രയും വിൽപ്പനയുണ്ടോ? തുക വരുത്തുണ്ട്, പക്ഷെ ബിസിനസ് എത്രയോ എത്തുന്നത്. 100 പവൻ വാങ്ങിയിട്ടുള്ള ഒരാൾ ഇന്ന് ആ പഴയ 100 പവൻ വാങ്ങാൻ ഒക്കുമോ? 50 പവൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇന്ന് 50 പവൻ വാങ്ങാൻ ഒക്കുമോ? സ്ഥലത്തിലെ ഈ വില അനുസരിച്ച് ഒരു ലോജിക്കൊക്കെ നമുക്ക് വേണ്ടേ? ഈ രാജ്യത്ത് വാങ്ങുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർ ചൂണ്ടിക്കാണിക്കൂ എന്താണ് അതിനകത്ത് എന്തെങ്കിലും വേറെ ക്രമക്കേടുണ്ടോ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. വെറുതെ കാടടച്ച് വെടിവെച്ചാൽ മതിയോ? അല്ലെ, ഇത് നികുതി തനത് വരുമാനം എന്നുള്ളതാണ് പ്രശ്നം. നികുതി ചോർന്നു പോകുന്നതാണോ, ആ പഴുതുകൾ അടയ്ക്കാതെ കൃത്യമായി നികുതി പിരിക്കാൻ കഴിയാത്തതാണോ, ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോ വിൽപ്പനയുടെ കാര്യം ഇപ്പൊ എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തർക്കിക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യം പറയാനൊക്കില്ല. അല്ല, യുക്തി അനുസരിച്ച് നിങ്ങൾ പരിശോധിച്ചോ. യുക്തി അനുസരിച്ച് പരിശോധിച്ചു ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന കാര്യങ്ങളല്ലല്ലോ ഇത്. കേരളത്തിൽ ഇവിടെ ഏതെങ്കിലും നിലയിലുള്ള കള്ളക്കളി നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വർണ്ണ കച്ചവടക്കാർക്കോ മുതലാളിമാർക്കോ കൂട്ടു നിൽക്കുന്നുണ്ടോ ഈ സർക്കാർ? നിങ്ങൾ പരിശോധിക്കുക. ഞങ്ങൾക്ക് അന്തസ്സായി പറയാം, അതിനൊന്നും ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെ കിട്ടത്തില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ വി മനുപ്രസാദ്, BJPക്ക് വേണ്ടി. ശ്രീ മനുപ്രസാദ്, ഇപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയാണെന്ന് നിയമസഭയിൽ ചർച്ചയായത്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആയുധം ഈ അടുത്ത് CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. ഡെപ്റ്റ് ടു GSDP റേഷ്യോയിൽ 15-ാം സ്ഥാനത്താണ് കേരളം. എന്ന് പറഞ്ഞാൽ കേരളം ആകെ കടം കയറി മുടിഞ്ഞു എന്ന സ്ഥിതിവിശേഷമില്ല എന്ന് ഇതാ CAGയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് ഗവൺമെന്റ് പറയുന്നു. പിന്നെ സുഭിക്ഷമായ ഒരു ഓണക്കാലം ഉണ്ടായി എന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകളല്ല, ക്ഷേമ പെൻഷനുകൾ കൃത്യമാണ് എന്നും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ ധനപ്രതിസന്ധിയുടെ അവസ്ഥയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ കണക്കുകളിലേക്കൊന്നും പോകണ്ടല്ലോ. സാധാരണക്കാരായ ജനങ്ങളുടെ വീട്ടിലേക്ക് പോയാൽ മതി ഈ കേരളം അനുഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ. എത്രമാത്രം ദുരിതപൂർണമായ ജീവിതങ്ങളാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ഇവർ പറയുന്നത് ഇങ്ങനെയായിരിക്കാം, കേരളത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിലേറെ പണമുണ്ട്, എന്നാൽ ഞങ്ങൾ അത് കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ വിനിയോഗിക്കുന്നില്ല. പക്ഷേ ഓണത്തെക്കുറിച്ച് സുഭിക്ഷമായി ഓണം ആഘോഷിച്ചു എന്നാണ് പറഞ്ഞത്. നമ്മുടെ കണക്ക് പ്രകാരം ഓണത്തിന് വേണ്ടി മാത്രം 3000 കോടി രൂപയിലധികം കടമെടുത്തൊരു ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ് പറയുന്നത് ഓണം സുഭിക്ഷമായി ആഘോഷിച്ചു എന്നുള്ളത്.
ഞങ്ങൾ പറയുന്നത് കടമെടുത്ത് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ ഗവൺമെൻറ് മാറി, നമ്മുടെ സർക്കാർ മാറി. നമ്മുടെ കേരളത്തിലെ ഓരോ ജനങ്ങളെയും കടത്തിൻ്റെ മേൽ പണയം വയ്ക്കുന്നൊരു സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. പ്രൊഡക്റ്റീവായിട്ടുള്ള ഗുണാത്മകമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നില്ല. കടമെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, ആ കടമെടുക്കുന്ന പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്? ഇവർ പറഞ്ഞു ഓണാഘോഷം സുഭിക്ഷമായി നടത്തി. 3000 കോടിയോളം രൂപ ഓണാഘോഷത്തിന് വേണ്ടി കടമെടുത്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. പ്രൊഡക്റ്റീവായിട്ട് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് വേണ്ടി, ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ഒന്നും വലിയ തോതിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന കാര്യക്ഷമതയുള്ള ഒരു ഭരണകൂടമല്ല. നമ്മൾ ഏത് മേഖല പരിശോധിച്ചോ ഇവിടെ ദീർഘമായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇപ്പോഴത്തെ പുതിയ ദേശീയ സാഹചര്യങ്ങളുണ്ട്. ഫെഡറൽ സംവിധാനം ദുർബലമായിട്ടുണ്ട്. GST നടപ്പിലായതോടുകൂടി സാമ്പത്തിക സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കടത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ GSTB കടം അനുപാതം എടുത്തു കഴിഞ്ഞാൽ പഞ്ചാബ് 40.35, നാഗാലാൻഡ് 37.15, ബംഗാൾ 33.70, ഹിമാചൽ പ്രദേശ് 33.06, ബീഹാർ 32.58, അതുപോലെ രാജസ്ഥാൻ, ആന്ധ്ര, ഹരിയാന, ഗോവ, തമിഴ്നാട്, ഉത്തർപ്രദേശ് തുടങ്ങിയവയൊക്കെ കേരളത്തിന് മുമ്പിലാണ്. അപ്പോൾ കേരളം കടമെടുത്ത് മുടിയുന്നു എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനങ്ങൾക്കൊന്നും ഇത് ബാധകമല്ലേ? അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ ചോദിച്ചിട്ട് അഭിലാഷ്, ഈ കടമെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉൽപ്പാദനങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ്. അവരെല്ലാം കയറ്റുമതികളിൽ ഉൽപ്പാദനം നടക്കുകയാണ്. അവരെവിടെയാണ് ഈ പണം വിനിയോഗിക്കുന്നത്? എവിടെയാണ് അവർക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യത? അവരുടെ സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ് എന്തൊക്കെയാണ്? നമ്മുടെ സംസ്ഥാനത്തിലുള്ള ആഭ്യന്തര വരുമാന സ്രോതസ് എന്താണ്? നമുക്ക് എന്താണുള്ളത്? മദ്യം, ലോട്ടറി തുടങ്ങിയത് വെച്ച് മാത്രം ഇത്തരം കടങ്ങളെയെല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? നമ്മളീ പറയുന്ന ദൈനംദിനം കഴിക്കുന്ന പച്ചക്കറിക്ക് വേണ്ടി, അരിക്ക് വേണ്ടി ഇന്ന് നമ്മൾ മറ്റു സംസ്ഥാനങ്ങൾ ആശ്രയിക്കുകയാണ്. നമ്മുടെ പണം അങ്ങനെ വിനിയോഗിക്കുകയാണ്. അവർ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നവരാണ്, ഇവിടെ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ വരുമാന സ്രോതസ് എന്താണ്? നമുക്കിതെല്ലാം തിരിച്ചു കൊടുക്കുന്നതിനുള്ള സാധ്യത എന്താണ്? ഭരണകൂടം തൊഴിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പദ്ധതി എന്താണ്? ഇതിലെല്ലാം നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ കടം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. തമിഴ്നാടിൻ്റെ കടം പോലെയല്ല കേരളത്തിൻ്റെ കടത്തെ കാണേണ്ടത്. അവർക്കതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്, നമ്മുടെ സംവിധാനം അത്ര ഇല്ല. അത് കൊണ്ടുവരാനുള്ള ഒരു ഭരണ നൈപുണ്യവും നാളിതുവരെ നമ്മുടെ കേരളത്തിൽ ആരും കാണിച്ചിട്ടുമില്ല. ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതെല്ലാം വീടുകളിലേക്ക് പോകൂ, അവിടെ ദൃശ്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വേണം. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത് കേരളത്തിൻ്റെ കടമാണ്. കേരളം ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ ഈ നീതി ആയോഗിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ CAGയുടെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചല്ലോ. നീതി ആയോഗിൻ്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ട് 2025 ഇപ്പോൾ ഇതിനോടകം തന്നെ പൊതുരേഖയായിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് പരമ്പരാഗതമായി തന്നെ ഈ കടം വർദ്ധിക്കുന്നതിൻ്റെ പാറ്റേൺ ഉണ്ട്. അതേസമയം തന്നെ എക്സ്പെൻഡിച്ചർ ഏത് തരത്തിൽ എന്നുള്ളതൊരു വിഷയമാണ്. മൂലധന ചെലവുകൾക്കാണോ നിത്യനിദാന ചെലവുകൾക്കാണോ പണം ഉപയോഗിക്കുന്നത് എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇവിടെ സർക്കാരിൻ്റെ ക്ലെയിംസിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ അദ്ദേഹത്തെ വേറെ രീതിയിൽ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അദ്ദേഹം ഇന്ന് മന്ത്രി ഉദ്ധരിച്ച രേഖ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണിച്ചെങ്കിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ഡെപ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, ഡെപ്റ്റ് ഇൻഡെക്സ് എന്നത് 25% താഴെയാണ് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിച്ചത്. അത് തന്നെ എടുത്തു വെച്ചിട്ടാണ് അദ്ദേഹത്തോട് പറയുന്നത്. പക്ഷെ നോക്കേണ്ടത് ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന, അതായത് ഓവറോൾ ഒരു സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക നിലയെ സംബന്ധിച്ചുള്ള റാങ്കിങ് അതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. മേജർ സ്റ്റേറ്റ്സ് ആയ 18 സ്റ്റേറ്റിനെ പരിഗണിച്ചപ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 15ാം സ്ഥാനമാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു കോളം മാത്രം എടുത്ത് അത് മാത്രം 23 എന്ന് പറഞ്ഞ് മേനി നടിക്കുമ്പോൾ ഇതിൻ്റെ ഒറിജിനൽ റാങ്കിങ് അതിൻ്റെ അടുത്ത പേജിൽ സ്റ്റേറ്റ് വൈസ് കോമ്പോസിറ്റ് FHI സ്കോർ ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഭൂപടം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന ഒരു അച്ചീവർ, അതിൻ്റെ താഴെ വരുന്ന ഒരു ഫ്രണ്ട് റണ്ണർ, അതിൻ്റെ താഴെ വരുന്നത് പെർഫോമർ, ഏറ്റവും താഴെ വരുന്നത് ആസ്പിറേഷണൽ കാറ്റഗറിയിൽ 4 സ്റ്റേറ്റേ ഉള്ളൂ. അതൊന്ന് കേരളം, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്. ഈ രേഖ എടുത്തു വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കോളം 25% താഴെയാണ് ഡെപ്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ് മുഴുവൻ വാദവും നിരത്തുന്ന ഈ രീതിയാണ് ഇവരുടേത്. ഇങ്ങനെ വാദിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ നിങ്ങളുടെ ധനമന്ത്രി ഉദ്ധരിച്ച രേഖയും ഉദ്ധരിച്ച കണക്കും എന്ന് പറയുന്നത് ഇതാണ്. അങ്ങ് സംശയിക്കേണ്ട. അങ്ങ് വേണമെങ്കിൽ ഇത് ഒന്നുകൂടി പരിശോധിച്ചു. ഫിനാൻഷ്യൽ ഹെൽത്ത് ഇൻഡെക്സ് വെച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് തന്നെ അടുത്ത പേജിൽ ഇത് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചാൽ മനസ്സിലാവും കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾ കേരളം മോശമാണ്, കേരളം ഇതാണത്. ഇനി രണ്ടാമതൊരു കാര്യം അഭിലാഷ്, ഇപ്പോൾ
ഞങ്ങൾ നിയമസഭയിൽ ഇരുന്ന് പാസ്സാക്കിയ കണക്ക് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച് ഇത്ര കോടി ഇതിന് അലോക്കേറ്റ് ചെയ്യുന്നു, ഇത്ര കോടി ഇന്ന സെക്ടറിന് അലോക്കേറ്റ് ചെയ്യുന്നു, ഇത്ര കോടി ഇന്ന വിഭാഗത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വോട്ടിനിട്ട് പാസ്സാക്കി നിയമസഭയുടെ മുമ്പിൽ കണക്കായി വന്ന അതാണ് പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കി 50% വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം കൊടുത്താൽ നിയമസഭയെ പോലും ബൈപ്പാസ് ചെയ്ത് പദ്ധതി വെട്ടിക്കുറവ് വരുത്തിയില്ല എന്ന് പറയാൻ കഴിയുമോ? ആ ഉത്തരവ് നമ്മൾ ചർച്ച ചെയ്തതല്ലേ? പദ്ധതി അട്ടിമറിക്കുകയും പദ്ധതി വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നത് എല്ലാം സുഭിക്ഷവും എല്ലാം നിറച്ചുകൊണ്ടായിട്ടാണോ? ഇവർ പറയുമ്പോൾ പറയും എല്ലാം സുഭിക്ഷമാണ്, ഞങ്ങൾക്കെല്ലാം ഇവിടെ ഓണം ഉണ്ടോ കണ്ടില്ലേ, എല്ലാം ഉണ്ടല്ലോ മറ്റൊന്നും മറിച്ച്, പക്ഷേ പദ്ധതി 50% വെട്ടിക്കുറയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഉണ്ടാവുമല്ലോ. LSGDയുടെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി പണം നിങ്ങൾ എത്രയോ ആണ് വെട്ടിക്കുറച്ചത്. ഇനി ഒരു കാര്യം ബിലാശേ, ഇതുവരെ ഇതിനു മുമ്പ് സാമ്പത്തിക പ്രയാസമൊക്കെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം ഒരു പഞ്ചായത്തിന് 1 കോടി രൂപ അനുവദിച്ചു എന്ന് കൂട്ടിക്ക്, 1 കോടി രൂപ ഫോർ എക്സാമ്പിൾ, അവർക്ക് ആ സമയത്ത് ആ സാമ്പത്തിക വർഷത്തിൽ 80 ലക്ഷമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. 80 ലക്ഷമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂങ്കിൽ അത് അടുത്ത് സ്പിൽ ഓവറായി അടുത്ത വർഷത്തേക്ക് ക്യാരി ഓവർ ചെയ്യും. ക്യാരി ഓവർ ചെയ്യുമ്പോൾ അടുത്ത വർഷം 1 കോടി 10 ലക്ഷമാണെങ്കിൽ ആ 1 കോടി 10 ലക്ഷം കിട്ടുന്നത് കൂടാതെ കഴിഞ്ഞ വർഷത്തെ ബാക്കി ഉണ്ടായിരുന്ന 20 ലക്ഷം കൂടി അവർക്ക് കിട്ടും. ആദ്യമായിട്ട് ഈ ധനമന്ത്രിയും ഈ സർക്കാരുമാണ് ഈ കഴിഞ്ഞ വർഷം കൊടുക്കാത്ത 20 ലക്ഷം പിറ്റേ വർഷം കൊടുക്കുന്ന 1 കോടി 10 ലക്ഷത്തിൽ നിന്നും എടുക്കണം എന്നുള്ളത് കൊണ്ടുവന്ന് ആ സ്പിൽ ഓവർ ക്യാരി ചെയ്യുന്ന പൈസ പഞ്ചായത്തുകൾക്ക് കൊടുക്കാതിരുന്നു. ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വെട്ടിക്കുറവ് വരുത്തിയെന്ന് നിങ്ങൾ പറയും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയട്ടെ. ഇനി അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നത് എന്താ? പല സമയത്തും പേപ്പറിൽ അലൊക്കേഷൻ പൂർത്തീകരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പേപ്പറിൽ ഇത് ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി മാർച്ച് 31 അവസാനത്തെ ദിവസം പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് മുമ്പ് ട്രഷറി ബാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്, വിശന്നിരിക്കുന്നവൻ്റെ മുമ്പിൽ ആദ്യം അവൻ്റെ കൈ പുറകി പിടിച്ച് കെട്ടിയിട്ട് ബിരിയാണി വിളമ്പി വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ആ പൈസ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ കണക്ക് നോക്കുമ്പോൾ എന്താണ്, പഞ്ചായത്തുകളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഈ നിലയ്ക്കുള്ള മാനേജ്മെൻറ്റാണ് ഇവരുടെ. ഈ നിലയ്ക്കുള്ള ഫിനാൻഷ്യൽ ഇത് അൺഎത്തിക്കലാണെന്ന് മാത്രമല്ല ഒരു സർക്കാരും ഒരു ഗവൺമെൻറ്റും ചെയ്യരുതാത്താണ്. ദിസ് ഇസ് ഹൈലി അൺഎത്തിക്കൽ. ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ചെയ്യുന്നത്? പക്ഷേ ട്രഷറി ബാൻ ഉണ്ടെങ്കിൽ ട്രഷറി ബാൻ ഉണ്ട്, ഇന്നാണ് സ്ഥിതി എന്ന് ജനങ്ങളോട് പറയണം. ഇത് ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇന്ന് ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഇന്ന് അവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ. ഇനി ഞാൻ സമയം അധികരിച്ചെങ്കിൽ അടുത്ത റൗണ്ടിൽ ഇവിടെ ഇപ്പോൾ ഈ ഉന്നയിച്ച വിഷയങ്ങൾ നിങ്ങൾ ആ ഡോക്യുമെന്റ് ഒന്ന് കാണിക്കാമെങ്കിൽ ഉപകാരം. എന്റെ ഫോണിൽ ഇപ്പോൾ ശ്രീ മാത്യു കുഴൽനാടൻ അയച്ചു തന്ന ആ ഡോക്യുമെന്റ് ഉണ്ട്. അതിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈസ് കോമ്പസിറ്റ് FHI സ്കോർ ഹീറ്റ് മാപ്പ്, അതിൽ ശ്രീ ചിത്തരഞ്ജൻ അച്ചീവർമാരുടെ പട്ടികയിൽ ഒഡീഷയും ഛത്തീസ്ഗഡും ഗോവയും ജാർഖണ്ഡും ഗുജറാത്തുമാണ്. ഫ്രണ്ട് റണ്ണർമാരുടെ പട്ടികയിൽ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശും തെലങ്കാനയും മധ്യപ്രദേശും കർണാടകയുമാണ്. പെർഫോമർമാരുടെ പട്ടികയിൽ തമിഴ്നാടും രാജസ്ഥാനും ബീഹാറും ഹരിയാനയുമാണ്. ആ ലിസ്റ്റിലൊന്നും കേരളമില്ല. ആസ്പിറേഷണൽ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം ഉള്ളത്. അത് തന്നെ 15ാമത്തെ റാങ്കിൽ. കേരളത്തിന് പുറകിൽ ബംഗാളും ആന്ധ്രയും പഞ്ചാബും മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് റിപ്പോർട്ട് അനുസരിച്ച് ഈ നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാറ്റഗറിയിൽ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൻ്റെ പെർഫോമൻസ് ആശാവഹം എന്ന് പറഞ്ഞുകൂടാ. 15ാമത്തെ റാങ്കാണ് ഓവറോൾ. എക്സ്പെൻഡിച്ചറിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കേരളം പിറകിലാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കൺകെട്ട് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ആ രേഖയിൽ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനപ്പുറത്ത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുന്നതിന് നാണക്കേട് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് എന്താ നാണക്കേട്? ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എല്ലാം പറഞ്ഞുകൊണ്ടല്ലേ പോണത്. ഞങ്ങൾ ഈ കേരളത്തിൽ എന്തിനു വേണ്ടി ചെലവഴിച്ചതൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഞാൻ അതിൻ്റെ കണക്കൊക്കെ പറയാം. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു, കേരളം വലിയ കടത്തിൻ്റെ കുഴപ്പത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിൻ്റെ കടം GDP എത്രയാണ്? 56.1% ഇന്ത്യയുടെ മൊത്തം പൊതുക്കടം. കേരളം 33% ഉള്ളത്. ഏതാ ഇന്ത്യയുടെ 56 ഉള്ളവരാണ് 33% ഉള്ളവരെ ഇവിടെ മുങ്ങിപ്പോയിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ആരോഗ്യപരമായി വായ്പ എടുക്കും. വായ്പ എടുത്തേ മുന്നോട്ട് പോകാനൊക്കത്തുള്ളല്ലോ. അങ്ങനെ വായ്പ എടുത്ത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റിന് പുറത്തു നിന്ന് നമ്മൾ ധനസമാഹരിച്ചാണല്ലോ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കിഫ്ബി, പെൻഷൻ കമ്പനി, അത് ഈ ഇനത്തിലെല്ലാം
ഈ പബ്ലിക് അക്കൗണ്ട് ഇനത്തിനും എല്ലാമായി നമുക്ക് നഷ്ടപ്പെട്ടത് 60,355 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കുറവ് ചെയ്തത്. അതുപോലെ തന്നെ ഡിവിസിബിൾ പൂളിൽ അത് 1.2 മാറ്റിയില്ലേ, 1.92% നമ്മൾ കുറച്ചു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് എത്ര തുകയാണ് നഷ്ടപ്പെട്ടത്? ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഏതാണ്ട് 1 ലക്ഷം കോടിയോളം രൂപ കേരളത്തിന് നഷ്ടമായിരിക്കുന്നു എന്നറിയാത്ത ആളല്ല മാത്യു കുഴൽനാടൻ. പക്ഷേ ഒരു സംശയമുള്ളത് ഈ പറയുന്നതും കണക്കിലെ കളിയല്ലേ. ഇപ്പോ GST നഷ്ടപരിഹാരം അത് എത്രയോ വർഷം മുമ്പ് കഴിഞ്ഞതാണ്, അവസാനിച്ച ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് മുമ്പ് കിട്ടി, ഇപ്പൊ കിട്ടുന്നില്ല. പണ്ട് കിട്ടിയതൊക്കെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും നഷ്ടം ഉണ്ടായേനെ, അല്ലെങ്കിൽ ഇത്രയും പണം കൂടി കിട്ടിയേനെ എന്ന് പറയുന്നതിൽ എന്താ കഥ? അല്ല, നമ്മൾ അങ്ങനെയല്ലേ കണക്കുകൾ പറയേണ്ടത്. നമുക്ക് അഭിലാഷൻ ഇപ്പോ 25,000 രൂപ കഴിഞ്ഞ മാസം അത് ഈ മാസം 15,000 കുറച്ചപ്പോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള 10,000 വ്യത്യാസം വരികയല്ലേ? ജീവിതത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും അത് വരുമല്ലോ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണോ നമ്മുടെ റവന്യൂ ജനറേഷൻ മാർഗങ്ങളില്ലാതെ ഈ പറയുന്ന നഷ്ടപരിഹാരത്തെയും ഗ്രാന്റിനെയും മാത്രം അല്ല, ഈ പറഞ്ഞ കാര്യങ്ങളെ മാത്രം, അവസാനിപ്പിച്ച കാര്യങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ലോ നമ്മളൊരു പ്ലാനിംഗ് നടത്തുന്നത്. പറയൂ ശ്രീ മാത്യു പറയൂ. അല്ലല്ലോ, നമ്മുടെ തനത് വരുമാനം ഞാനൊന്ന് പറഞ്ഞോട്ടെ അക്കോമഡേറ്റ്. അതായത് ഞാൻ ചിത്തരഞ്ജന് എന്തെങ്കിലും കാര്യത്തിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 1 ലക്ഷം രൂപ ഞാൻ ചിത്തരഞ്ജന് കോമ്പൻസേഷൻ കൊടുക്കണം. 1 ലക്ഷം രൂപ കോമ്പൻസേഷൻ കൊടുക്കണം. ഞാൻ ആദ്യത്തെ വർഷം 50,000 കൊടുത്തു. പിറ്റേ വർഷം ഞാൻ 30,000 കൊടുത്തു. മൂന്നാമത്തെ വർഷം ഞാൻ 10,000 കൊടുത്തു. നാലാമത്തെ വർഷം ഞാൻ 10,000 കൊടുത്തു. അപ്പോൾ അങ്ങനെ 1 ലക്ഷം രൂപ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ ചിത്തരഞ്ജൻ പറയുകയാണ്, കിട്ടിക്കൊണ്ടിരുന്ന 50,000 30,000 ആക്കിയില്ലേ പിറ്റേ വർഷം? അതിൻ്റെ അടുത്ത വർഷം കിട്ടിക്കൊണ്ടിരുന്ന 30,000 വീണ്ടും 10,000 ആക്കിയില്ലേ? അതിൻ്റെ പിറ്റേ വർഷം കിട്ടിക്കൊണ്ടിരുന്ന 10,000 ആദ്യം 50,000 കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതായത് GST കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് ഉള്ളൂ എന്നും അത് ഇത്ര രൂപ ആയിരിക്കുമെന്നും നേരത്തെ പറഞ്ഞ് 5 വർഷത്തെ മുഴുവൻ പൈസയും മേടിച്ചെടുത്തിട്ട് റവന്യൂ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്നുള്ള തുകയിൽ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം കിട്ടിയ നമ്പർ 2 സംസ്ഥാനം എന്ന് പറയുന്ന കേരളമാണെന്നിരിക്കെ 5 വർഷവും മിണ്ടാതിരുന്നിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ചിത്തരഞ്ജൻ പറയാണ് കിട്ടിക്കൊണ്ടിരുന്ന കിട്ടുന്നില്ലല്ലോ, കഴിഞ്ഞ തവണ അങ്ങനെയല്ലേ കണക്ക് പറയേണ്ടതെന്ന് പറയാം. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ചിത്തരഞ്ജൻ മറുപടി എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. മാത്യു കുഴൽനാടൻ BJP ചേരാൻ പോവാണ്, BJPക്ക് വേണ്ടി സംസാരിക്കുകയാണ്, ഇദ്ദേഹം സംഘം, ഇതാണ് ഇനി അടുത്ത വാദം. ഇങ്ങനെ കണക്ക് പറയുന്നവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ ഈ ഒരു കണക്ക് പറഞ്ഞു പോയി അപ്പൊ തന്നെ നമ്മൾ BJPക്ക് വേണ്ടി പറഞ്ഞു തന്നതാക്കി ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കളയും. GST കോമ്പൻസേഷൻ ഗ്രാൻഡ് ഇൻ എയ്ഡ് അതിന്റെ പീരീഡ് കഴിഞ്ഞ് കിട്ടുകയും ചെയ്തതാണ്. ശരി ചിത്രരഞ്ജന്റെ സമയം അല്ല, അങ്ങയുടെ സമയം. ഇത് എനിക്ക് സംസാരിക്കാൻ, അദ്ദേഹത്തിന് പിന്നെ പ്രസംഗിക്കാനാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. ഇല്ല, അത് അങ്ങയുടെ സംസാരത്തിൽ മനസ്സിൽ തോന്നിയ കുറ്റബോധമാണ്. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ മനസ്സിൽ ധരിച്ചില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയതാണ് ഞാൻ ഈ വാദിക്കുന്നത് BJPക്ക് വേണ്ടിയാണെന്നുള്ളത്. എനിക്ക് തോന്നിയതല്ല. അത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ തന്നെ സ്വയം തോന്നും ചില കാര്യങ്ങൾ പറയുമ്പോൾ. അദ്ദേഹത്തിനറിയാം എന്താണ് കേന്ദ്രത്തിലെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. പിന്നെ അദ്ദേഹം ഇവിടെ കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്ക് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എല്ലാം കൂടി 5 വർഷം കൊടുത്തത് 31,845 കോടി രൂപയാണ്. ഈ സർക്കാർ ഈ 4 വർഷത്തിനുള്ളിൽ 57,878 കോടി രൂപയാണ് കൊടുത്തത്. മറ്റ് നിഷേധിക്കാവോ? 57,878 കോടി രൂപ ഇവിടെ കൊടുത്തു. ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 10,182 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഞാനിത് എല്ലാ കണക്കും ഞാൻ എണ്ണി പറയുന്നില്ല, വസ്തുതാപരമായി കാര്യങ്ങൾ പറയണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വികസനവും ഇവിടെ ക്ഷേമ പ്രവർത്തനവും ഒന്നും നടക്കാഞ്ഞിട്ടാണോ ഈ കേരളത്തിൽ ഈ ചെലവ് വന്നുകൊണ്ടിരിക്കുന്നത്? എത്രയാണ് നമ്മളിവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ സംസ്ഥാനത്ത് നിങ്ങളുടെ കാലത്ത് ചെലവഴിച്ചിരുന്ന തുക എത്രയാണ് ക്ഷേമ പെൻഷന് വേണ്ടി? ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന തുക എത്രയാണ്? അത് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കുന്നതല്ലേ? നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലെ കുടിശ്ശികയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. കഴിഞ്ഞ 1 വർഷമായി മാസത്തിൽ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് അല്ലായിരുന്നു, ആ ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ ക്ഷേമനിധി ബോർഡിന്
സെസ് പിരിവിലടക്കം വന്നിട്ടുള്ള വീഴ്ച കൊണ്ട് അത് പിരിച്ചടക്കേണ്ടിയിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നെങ്കിലും ആദ്യഘട്ടം, പിന്നീട് റവന്യൂ സ്ഥാപനങ്ങളാണെങ്കിലും വേണ്ടതുപോലെ പിരിക്കാതെ വന്നപ്പോൾ അവിടെ കുടിശ്ശിക വന്നു. ആ കുടിശ്ശിക ഇനി തീർത്തു കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തന്നെ പണം കണ്ടെത്തി അവരെ സഹായിക്കാനും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം ആ ക്ഷേമനിധിയിലേക്കുള്ള പണം വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ക്ഷേമ പെൻഷൻ 1600 രൂപ പ്രകാരമുള്ള പെൻഷൻ കുടിച്ചുകൊണ്ടോ? ഇവിടെ 33,000 കോടി രൂപയാണ് ഈ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖാന്തരം മാത്രം നടത്തിയിട്ടുള്ളത്. എന്തിനു വേണ്ടി പണം ചെലവഴിച്ചെന്ന് ചോദിച്ചല്ലോ. 20,000 കോടിയോളം രൂപയാണ് ഇവിടെ ആശുപത്രികൾ, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചത്. ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ വെക്കുന്നതിന് വേണ്ടി മാത്രം 5,500 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഓരോന്നോരോന്ന് എണ്ണി പറയാം. ഈ കേരളം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ നാട്ടിൽ നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ പശ്ചാത്തല സൗകര്യം വികസിപ്പിക്കാനും വേണ്ടിയാണ് 6,000 കോടി 5,860 കോടി രൂപയാണ് നമ്മുടെ ദേശീയപാതയ്ക്കിടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ് ചെലവഴിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ശരി, നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ഭരണപരമായ ചെലവുകളല്ല, ആ ചെലവുകൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരിക്കലും ഉണ്ടാകാത്ത നിലയിലേക്കുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന്റെ സാമ്പത്തികം ഒരു പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചില്ലറ കൊടുക്കാറുണ്ട്. അതെല്ലാം കൊടുത്തുകൊണ്ടല്ലേ മുന്നോട്ട് പോണത്. പക്ഷെ കേന്ദ്രം എന്തെല്ലാം തരാനുണ്ട്? നെല്ലിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. 1,100 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും കിട്ടാനില്ലേ? മാത്യുവിന് ഒരക്ഷരം അതിനെക്കുറിച്ച് വേണ്ടിയോ? നമ്മൾ കൊടുക്കാനുള്ള 50 കോടി ഉണ്ടായിരുന്നിട്ട് അതും കൂടെ കൊടുത്തില്ലേ? കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ലല്ലോ ഇതുവരെ. തരേണ്ടതല്ലേ? അതോടൊപ്പം തന്നെ NHM-വുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം, നമ്മുടെ സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം, ബ്രാൻഡിങ്ങിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് തരാതിരിക്കുന്നത്. നമ്മൾ കൊടുക്കുകയല്ലേ? ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം നിങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചാലും ജനം ഇതുവല്ലതും അംഗീകരിക്കുമോ? ഇവിടെ വന്നിട്ട് കുറെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാത്രമുണ്ടോ? മനുഷ്യന്റെ പച്ചയായ ജീവിതമില്ലേ? ആ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് ഇടപെടുന്നത്? ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ? ഒരു ഗവൺമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ജനങ്ങൾക്ക് ഗുണകരമാവുന്ന കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനെ 15 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് ചെലവഴിച്ച തുകയുമായി താരതമ്യം ചെയ്യുന്നത് യുക്തിസഹമാണ്. ഇപ്പൊ 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത്. ഇപ്പോ 2025. ഈ കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് നമ്മുടെ എക്കോണമി വളർന്നില്ലേ, വികസിച്ചില്ലേ? സ്വാഭാവികമായും നികുതി പിരിവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് സ്പെൻഡ് ചെയ്യുന്ന തുകയ്ക്ക് വ്യത്യാസമുണ്ടാവും. കാര്യമാണോ അഭിലാഷ്? അല്ലല്ല അഭിലാഷ്, ഞാൻ ഒറ്റ കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 9,011 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി ചെലവഴിച്ചത്. ഈ ഗവൺമെന്റ് കാലത്ത് 42,841 കോടിയാ. എത്ര ഇരട്ടിയായി? 5 ഇരട്ടിയുടെ വർധന ഉണ്ടായില്ലേ? അത് ചെറിയ കാര്യമാണോ അഭിലാഷേ? അതങ്ങനെ ചെറുതായിട്ട് കാണാൻ കഴിയുന്നതാണോ? അല്ല, അതിനെ ചെറുതായി കാണുന്നതല്ല. 9,000 എവിടെ കിടക്കുന്നു? 40,000 എവിടെ കിടക്കുന്നു? അതൊരു ക്രമാനുഗതമായ സ്വാഭാവിക വർധനയല്ലേ? KSRTCയുടെ കാര്യം എടുക്കൂ. ഇപ്പൊ 1,600 ഇത് ക്രമാനുഗതമായ വളർച്ചയല്ലല്ലോ. 1,600-1,700 രൂപയായി ഒരാൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷന്റെ എണ്ണം, പണം വർദ്ധിച്ചു. അതുപോലെ തന്നെ ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായി സർക്കാർ സ്പെൻഡ് ചെയ്യുന്ന പണം കൂടും. അല്ലല്ല അഭിലാഷേ, അല്ലല്ല, ഈ സ്വാഭാവികതയുള്ള വാക്ക് പറയാതെ 9,000 കൊടുത്തിരുന്ന സ്ഥലത്ത് 42,000 കോടി കൊടുക്കുമ്പോ 33,000 കോടിയുടെ വ്യത്യാസം വരുന്നില്ലേ? ഇതിലെ ഓരോ മേഖലകളെടുത്ത് KSRTC ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 1,466 ഇന്ന് സമയം പറഞ്ഞല്ലോ 7,830 കോടി. ശരി, ഓക്കെ, മനസ്സിലായി. ഇവിടെ ജലജീവൻ മിഷൻ 6,080 കോടി. ശരി, മനസ്സിലായി. ശ്രീ മാത്യു കുഴൽനാടൻ, ഇപ്പോൾ 1,400 കോടി KSRTCക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തെങ്കിൽ 7,000-ലധികം കോടി ഈ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ കൊടുത്തിട്ടുണ്ട്. 9,000 കോടിയിൽ നിന്ന് ക്ഷേമ പെൻഷന്റെ ചെലവ് 40,000 കോടിയായിട്ട് ഉയർന്നു. പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ടുള്ള ഗ്രാന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള തുക 2,000-ൽ നിന്ന് 5,000-ആയി ഉയർന്നിട്ടുണ്ട്. മറ്റ് വിവിധ ഹെഡുകൾ എടുത്താലും ഇങ്ങനെ തന്നെ. അപ്പോൾ ഈ തരത്തിൽ ഞങ്ങളാണ് നിങ്ങളെക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. സ്വാഭാവികമായിട്ട് ആ കണക്കുകൾ ശരിയാണല്ലോ. അല്ല അഭിലാഷ്, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ആർഗ്യ ചെയ്യാനാണ് ഇപ്പം നമ്മൾ ആർഗ്യ ചെയ്യുന്നത്. അതായത് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ
അതിനു മുമ്പുള്ള അച്യുതാനന്ദൻ സർക്കാരിന്റെ കണക്കിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്തത്. അങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? ആ കണക്ക് മതിയോ? അല്ല, ഞാൻ പറഞ്ഞ ഇതിപ്പോ 15 വർഷം മുമ്പ് ഒരു സർക്കാർ കൊടുത്തത് വെച്ച് കമ്പയർ ചെയ്ത് പറയാനാണെങ്കിൽ അത് മതിയല്ലോ. ഞാനിനി ഒരു കാര്യം ചോദിച്ചു തരാം. ഞാനിപ്പോൾ നിങ്ങൾ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ജനം അടച്ചിരുന്ന ഭൂനികുതിയുടെ എത്ര ഇരട്ടിയാണ് നിങ്ങളിപ്പോൾ വാങ്ങുന്നത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ജനം അടച്ചിരുന്ന കോടതി നികുതിയുടെ എത്ര ഇരട്ടിയാണ് നിങ്ങൾ? 300, 400, 500, 600 ഇരട്ടിയാണ് നിങ്ങൾ വാങ്ങുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് നമ്മൾ അടച്ചിരുന്ന ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ എത്ര ഇരട്ടിയാണ് നിങ്ങളിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് വാങ്ങിയിരുന്ന റോഡ് ടാക്സിൻ്റെ എത്ര ഇരട്ടിയാണ് നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്നത്? അപ്പോൾ ആ കണക്ക് പറയണ്ടേ? അപ്പോൾ അതൊരു വെറും ഒരു ലോജിക്കും ഇല്ലാത്ത വാദമാണ്. 15 വർഷം മുമ്പ് ഇന്ന സെക്ടറിൽ കാലാനുസൃതമായി ഓരോ ഗവൺമെന്റിന്റെയും സ്പെൻഡിങ്ങിൽ വരുന്നതിന്റെ ഞാനിത് പറയാൻ കാരണം, ഞാൻ പറയാനിരുന്നൊരു പോയിന്റ് ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതായത് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ, പ്രയാസമുണ്ടായപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് 13,000 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട്. 13,000 കോടി രൂപയോളം. അത് കിട്ടാനുള്ളത് സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന്, അത് കിട്ടാനുള്ളത് ബാർ മുതലാളിമാരിൽ നിന്ന്, അത് കിട്ടാനുള്ളത് കോറി മുതലാളിമാരിൽ നിന്ന്, അത് കിട്ടാനുള്ളത് ഒരുപക്ഷെ വലിയ തോട്ടം കയ്യിൽ വെച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന്. ഇവരിൽ നിന്നൊക്കെ 13,000 കോടി രൂപ കിട്ടാനുള്ളപ്പോൾ ആ പണം പിരിച്ചെടുക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്തത്, സാധാരണക്കാരൻ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പഞ്ചായത്ത് ചെല്ലുമ്പോൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ, ഡെത്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ഫീസ് വർദ്ധിപ്പിച്ചു. സാധാരണക്കാരൻ ഏതെങ്കിലും കേസിൽപ്പെട്ട് കോടതിയിൽ വ്യവഹാരത്തിന് പോയാൽ അത് വർദ്ധിപ്പിച്ചു. സാധാരണക്കാരൻ നിവൃത്തിയില്ലാതെ 10 സെന്റ് വിൽക്കാൻ തീരുമാനിച്ചാൽ, വാങ്ങാൻ തീരുമാനിച്ചാൽ ഫെയർ വാല്യൂ വർദ്ധിപ്പിച്ചു, ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു. നിങ്ങൾ എന്താണ് വർദ്ധിപ്പിച്ചത്? വീട്ടുകരം വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു. ഈ സർക്കാർ സാധാരണക്കാരൻ്റെ തലക്കടിക്കുന്ന എത്രയോ നികുതി വർധനമാണ് നിങ്ങൾ വരുത്തിയത്. ഇവിടുത്തെ മുതലാളിമാർ, നിങ്ങൾ ഇടതുപക്ഷ പാർട്ടി, തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരൻ്റെ തലക്കടിക്കുന്ന നികുതി നിർദ്ദേശങ്ങളല്ലാതെ ഇവിടെ എന്ത് പരിഷ്കാരം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു? ഞങ്ങൾ പറയുന്നത് GST വന്നു. ഇന്നിപ്പോൾ ധനമന്ത്രി പറയാം, അദ്ദേഹത്തെ ഒരു അവസരം ചോദിച്ചിട്ട് തന്നില്ല, ഞാനപ്പോൾ അത് ഇവിടെ പറയാം. അദ്ദേഹം പറയാണ് IGST പൂളിൽ നിന്നും ഏതൊക്കെയോ സംസ്ഥാനങ്ങൾ വലിയ തുക മേടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ കേന്ദ്രം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. IGST പൂളിൽ നിന്നും കേരളത്തിന് കിട്ടേണ്ട എലിജിബിൾ ആയിട്ടുള്ള, എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പൈസ വാങ്ങിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അവർ ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞറിയോ? കേരളം അതിൻ്റെ ഇൻവോയ്സും അല്ലെങ്കിൽ അതിൻ്റെ രേഖയും സബ്മിറ്റ് ചെയ്താലല്ലേ ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. IGST പൂളിൽ പണം കടന്നതാണ്. ആ കടന്ന പൈസ മേടിക്കാൻ പറ്റാത്തവരാണ് ഈ സാധാരണക്കാരൻ്റെ തലക്കടിച്ച് ഇതുപോലെ പൈസ വാങ്ങിയത്. ജീവിതം നരകതുല്യമായ അനേകം ലക്ഷങ്ങൾ താമസിക്കുന്ന നാടാണ് കേരളം. നിങ്ങൾ ഏതെങ്കിലും ചില്ലുകൊട്ടാരത്തിൽ നിന്ന് വർത്താനം പറയും പോലെ പറയരുത്. ഇവിടുത്തെ ലോട്ടറിക്കാരനോട് അവന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ചോദിക്കണം. അഭിലാഷോട് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ശരി, ഒറ്റ സെക്കൻഡ്. പേടിപ്പിക്കുന്നതല്ല, നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അതിസമർത്ഥരാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കൊണ്ടുപോകുന്നത് ഒന്നും വിജയിക്കാത്തത്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വലിയ കാര്യം 2015 വസ്തുതയാണ്. പറയൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ റോഡ് ടാക്സ്, KCBയുടെ ചാർജ് ഇതെല്ലാം വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുമ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അല്ലാതെ ഈ കേരളത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ ഗവൺമെന്റ് 2 ഗവൺമെന്റ് ആയല്ലോ. കേരളത്തിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഉണ്ടോ? നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണോ ഇത് നിൽക്കുന്നത്? നമ്മൾ മറ്റ് പൂളുകളിൽ നിന്ന്, സ്റ്റേറ്റുകളിൽ നിന്ന് വൈദ്യുതി നമ്മുടെ ആവശ്യത്തിന് കൂടെ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ വിതരണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ വൈദ്യുതിക്കും അധിക ചെലവ്. കേരളത്തിലെ വൈദ്യുതിയുടെ താരിഫ് എങ്ങനെയാണ് പോണത്? ഒറ്റ നിരക്കിലാണോ? ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക്, കൃഷിക്കാർക്ക്, അവർക്കെല്ലാം എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്? അതുപോലെയാണോ എല്ലാവർക്കും ഉള്ളത്? ഇതിൻ്റെ ജീവനക്കാരുടെ ശമ്പളം, മറ്റ് എക്സ്പെൻസ്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രത്തിൽ പവർ കട്ടും വൈദ്യുതി ഈ പല സന്ദർഭത്തിലും കാലാവസ്ഥ വ്യതിയാനവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടും
നമുക്കിവിടെ ഇത് ഉണ്ടാകാതെ പോകുന്നത് കൊണ്ടാണ്. എന്തേ അത് നിങ്ങൾ മൂടി വെക്കുന്നത്? നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു സ്ഥിതി? ഇനി റോഡ് ടാക്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. കേരളത്തിലെ റോഡുകൾ, ആ റോഡുകൾക്ക് വേണ്ടി എത്ര തുകയാണ് ചെലവഴിച്ചുള്ള? പഴയ റോഡുകൾ എങ്ങനെയാണ് കിടന്നത്? BNBC നിലവാരത്തിലുള്ള റോഡുകൾ കേരളത്തിന്റെ ഗ്രാമപ്രദേശത്തടക്കം കണ്ടിട്ടുള്ളത് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നതിന് ശേഷമല്ലേ? നിങ്ങൾ പറയുമല്ലെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഞാൻ ചലഞ്ച് ചെയ്യാണ് നിങ്ങളെ. ഈ കഴിഞ്ഞ 9 വർഷക്കാലത്തിനുള്ളിൽ അല്ലാതെ കേരളത്തിൽ എവിടെയാണ് ഇതുണ്ടായിരുന്നത്? ഇനി നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ കാലത്ത് എന്തായിരുന്നു അവസ്ഥ. ഞാനിത് സഭയെ പറഞ്ഞല്ലോ, കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രം, ഞങ്ങളുടെ ദേശാഭിമാനി ജനകീയമൊന്നും അല്ല, അത് ഞാൻ പറഞ്ഞേക്കാം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ കാലഘട്ടത്തിൽ സാമൂഹ്യ പെൻഷൻ അത് കൊടുക്കുന്നതിനുള്ളതിൻ്റെ കുടിശ്ശികയെ സംബന്ധിച്ച് മുനീർ പറഞ്ഞിട്ടുള്ള കണക്കാണ്. എല്ലാം കൂടെ നിങ്ങളൊന്ന് എടുത്തു നോക്കണം, കണക്കൂട്ടി നോക്കണം എത്ര കോടിയുണ്ടെന്ന്. 1000-ന് മുകളിൽ കോടി രൂപയാണ് പാവപ്പെട്ടവന്റെ പെൻഷൻ പോലും കൊടുക്കാതെ ഇരുന്നിട്ടുള്ള ആൾക്കാർ. ഇതിന്റെ ഓരോ വിവരം തിരിച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചാൽ ഒത്തിരി നേരം പോകും. ഇന്നത്തെ കാലത്ത് 1600 ആക്കിയിട്ടുള്ള സാമൂഹ്യ പെൻഷൻ കുടിച്ചുകൊണ്ടോ? പറയൂ. ശരി, ഓക്കെ, ഇടവേള വേണം. ഗവൺമെന്റ് ആകുമ്പോ വികസന ചർച്ചയിലേക്ക് വേണം. ശ്രീ മനുപ്രസാദ്, ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ആംഗിൾ നമ്മൾ കാര്യമായി ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്നതിന്റെ ഇപ്പോൾ കടമെടുക്കലിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളാണ് കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഈ ക്ഷേമ പെൻഷൻ നൽകാൻ രൂപീകരിച്ചിരിക്കുന്ന കമ്പനി വഴിയുള്ള ധനസമാഹരണത്തിനൊക്കെ തടസ്സമായി നിൽക്കുന്നത്. ഇങ്ങനെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന സർക്കാരിനെ വളരെ പരിമിതമായ നിലയിലെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം കൂടി അവിടെ ഉണ്ട്. കടമെടുക്കാൻ അനുവദിക്കാത്തതല്ല, എടുത്ത കടങ്ങളുടെ എല്ലാ അവസ്ഥ കൊണ്ട് ഈ നാട് വളരെ ദുരിതപൂർണ്ണമായ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവസരം കൊടുത്താൽ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞല്ലോ കടമെടുക്കാൻ അവസരം കൊടുക്കില്ല. ഈ അടുത്ത കാലത്ത് നമ്മൾ കേന്ദ്ര സർക്കാർ 2025-26 29,529 രൂപ വരെ കടമെടുക്കാനുള്ള അനുമതി കൊടുത്തു. ആ കടമെടുത്തതിന് ശേഷം പിന്നെ എന്തിനാണ് ചിലവഴിച്ചത്? ദൈനംദിന ചിലവുകൾക്കാണ് ചിലവഴിച്ചത്. ഇവിടെ നേരത്തെ ചിത്തരഞ്ജൻ അദ്ദേഹം സൂചിപ്പിച്ചു, കേന്ദ്രം വലിയ കടത്തിലാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഇനി എത്ര രൂപയാണ് കടമെങ്കിലും ഇന്ന് ജനങ്ങളുടെ GST ഒഴിവാക്കി കൊടുത്ത് ജനങ്ങളെ ദൈനംദിന നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ഗവൺമെന്റിന്റെ പേര് BJPയുടെ സർക്കാർ എന്നാണ്. നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയാം, ജനങ്ങളുടെ മേൽ നികുതി അടിച്ചേൽപ്പിക്കാതെ കോൺഗ്രസിന്റെ കാലഘട്ടത്തിനേക്കാൾ കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാരിനേക്കാൾ കേരളത്തെക്കാൾ ഏറ്റവും കൂടുതൽ നികുതി കുറഞ്ഞ് സാധനങ്ങൾക്ക് അവസരം GSTയുടെ ഇത് കുറച്ചു കൊടുത്ത സർക്കാർ BJPയുടെ സർക്കാരാണ്, ഇന്ന് നരേന്ദ്രമോദി സർക്കാരാണ്. അദ്ദേഹം സൂചിപ്പിച്ചു, കേരളത്തിൽ ഉൾപ്പെടെ നല്ല റോഡുകൾ ഞങ്ങൾ കാണുന്നില്ല. എല്ലാവരോടും വിളിക്കുകയാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നല്ല പാലങ്ങളുള്ള നല്ല റോഡുകൾ, ഹൈവേകൾ നിങ്ങൾ കാണുന്നില്ലേ? അതിനപ്പുറവുമുണ്ട്, അതിനിപ്പുറവുമുണ്ട്. അത് നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നിതിൻ ഗഡ്കരിയുടെ വകുപ്പാണ്, നിങ്ങളുടെ തന്നെ. ഞാൻ പറഞ്ഞുതരാം. അതെന്താ ഇതിനു മുമ്പ് നടക്കാത്തത്? ചിത്രരഞ്ജനൻ അറിയാലോ, ആലപ്പുഴയിൽ നിൽക്കുന്ന ഒരു മേൽപ്പാലത്തിന് പോലും 40 വർഷങ്ങൾക്ക് മുമ്പ് കല്ലിട്ടിട്ട് നടക്കാതെ പോയ പദ്ധതികൾക്ക് പോലും ഇന്ന് ജീവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ നയസമീപനങ്ങളുടെ ഭാഗമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും നടക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇവിടെ സൂചിപ്പിച്ചു, 5 വർഷം നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സംരക്ഷണം നൽകാം, അതിനൊരു നഷ്ടപരിഹാരം തരാം എന്ന് പറഞ്ഞ് നൽകിയത് കൊണ്ട് മാത്രം കേരളം 5 വർഷം പിടിച്ചു നിന്നു ചിത്രരഞ്ജനാണ് സമ്മതിച്ചത്. അതിനുശേഷം അത് പിന്നെ കിട്ടുന്നില്ല, അത് ഒഴിവായി. അതിനുശേഷം ഞങ്ങൾ കടക്കണിയിലായി, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം സമ്മതിച്ചതാണ്. അവകാശമല്ല, അവകാശമല്ല, അത് നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, കേന്ദ്രം എന്തെങ്കിലുമൊക്കെ നൽകിയാൽ മാത്രമേ ജീവിച്ചു പോകാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. എന്തെങ്കിലും ഉയർത്തുന്നതോ കേന്ദ്രം നൽകാൻ പറഞ്ഞ നഷ്ടപരിഹാരത്തിനപ്പുറം കൃത്യമായി സൂചിപ്പിച്ചു ആ കാര്യം. 5 വർഷം നിങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം തരാമെന്ന് പറയുകയും ആ നഷ്ടപരിഹാരം നൽകുകയും അതിനുശേഷം പിന്നെ കിട്ടുന്നില്ല. അതുകൊണ്ട് കാലം തെറ്റി എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അതെന്ത് ന്യായമാണ്? അത് കഴിവില്ലായ്മയാണ്. ചിത്രരഞ്ജൻ, മനുപ്രസാദ് എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പിരിച്ചോണ്ട് പോകണ പണത്തിന്റെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിന്റെ 100 രൂപ കൊണ്ടുപോയാൽ 21 രൂപയാണ് നമുക്ക് തരുന്നത്. 79 അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്. ചിത്രരഞ്ജൻ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്? ഇതേ നയമില്ലല്ലോ. നമ്മുടെ വയനാട് ദുരന്തം വന്നല്ലോ, നിങ്ങൾ 562 രൂപ ലോൺ തന്നു അല്ലേ, വായ്പ തന്നു. ഞാൻ ചോദിക്കട്ടെ, വരുമാനം കുറച്ചു കൊടുത്തു. ചോദിക്കട്ടെ,
നിങ്ങൾ സൗജന്യത്വം തന്നാ പറയുന്നത് ഇവിടുത്തെ പിരിച്ചോണ്ട് പോകുന്ന പൈസയുടെ വിഹിതമുണ്ടല്ലോ ഈ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് മാത്രം തന്നാ മതി. ഒരു ഔദാര്യം തരണ്ട, ഇവിടുത്തെ ജൽജീവൻ ഒരു ഔദാര്യം തരണ്ട, ഒരു ഔദാര്യം തരണ്ട. ഇവിടുത്തെ പിരിച്ചോണ്ട് പോകുന്ന പൈസയിൽ അത് നിങ്ങൾ തരുന്നില്ല, നിങ്ങൾ തരുന്നില്ല, നിങ്ങൾ തരുന്നില്ല. ലഭിക്കുന്നുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ പകപോക്കൽ കാണിക്കുകയാണ്. നിങ്ങൾ രാഷ്ട്രീയ പകപോക്കൽ കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വികസനം വരുന്നില്ല. നിങ്ങൾ തന്നില്ല. നാഷണൽ ഹൈവേ കുറിച്ച് പറഞ്ഞല്ലോ. എയിംസ് എന്തായി? എയിംസ് എന്തായി? മനുവേ എയിംസ് എന്തായി? എയിംസ് എന്തായി? ശരി ഞാൻ പറയാം ഒരു പേര് ചോദിക്കാൻ ഒരു തന്റെ സർക്കാർ, അത് പ്രധാനമന്ത്രിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. എയിംസ് എന്തായാലും ഞങ്ങൾ എയിംസ് എന്തായാലും നിങ്ങൾ സ്ഥലം എവിടെ എടുത്തു? സ്ഥലം എടുക്ക അവിടെ. ഞങ്ങൾ കിനാലൂരില്ല, 150 ഏക്കർ കോഴിക്കോട്. എങ്ങനെയാണ് ഇത്രയും കാലം നിങ്ങൾ പിന്തുണ കൊടുത്ത ഗവൺമെന്റ് കേന്ദ്രത്തിലുണ്ടായിരുന്നില്ലേ? ആലപ്പുഴയിലെ പാലോകിൽ പെടുക, ആലപ്പുഴയിലെ പാലോകിൽ സമയം വളരെ നന്ദി മൂന്ന് പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.